കൂപ്പുകരങ്ങളോടെ അൽത്താരയിലേക്ക് നോക്കാം. ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളിരിക്കുന്ന നിമിഷം. മക്കളെ, ഈ ലോക ജീവിതം ധന്യമാകാൻ നിന്റെ ജീവിതം, നിന്റെ മരണം, നിന്റെ മരണാനന്തര ജീവിതം, എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഈശോ. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നീ ജീവിച്ചിരിക്കുമ്പോൾ, നീ മരിക്കുമ്പോൾ നിന്റെ മരണാനന്തര ജീവിതവും തമ്പുരാൻ അധികാരമുണ്ട്. അവൻ ദൈവമാണ്. നിന്നെ അവൻ അനന്തതയുടെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. അവന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവൻ നിന്നെ സൃഷ്ടിച്ചത്. അനശ്വരതയ്ക്ക് വേണ്ടിയാണ് അവളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ ഗലാത്യർ 3:3 വചനം പറയുന്നില്ലേ, ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ? നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ, നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെട്ട നമ്മുടെ ജീവിതങ്ങൾ ജഡത്തിൽ അവസാനിപ്പിക്കാൻ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നമ്മൾ? എങ്ങനെയാണ് ഒരു ആത്മാവ് ഈ ലോകത്തിൽ അവസാനിക്കുന്നത്? എപ്പോഴാണ് ആത്മാവ് ഈ ലോകത്തിൽ അവസാനിക്കുന്നത്? പാപം ചെയ്ത് പിശാചിന് തന്റെ ആത്മാവിനെ അടിയറ വയ്ക്കുമ്പോൾ, അവന്റെ അനന്തതയുടെ നിത്യതയുടെ സാദൃശ്യത്തെ, ദൈവ സാദൃശ്യത്തെ പാപം മൂലം വികൃതമാക്കുമ്പോ, പിശാചിന് അടിമയാകുമ്പോഴാണ് അവൻ ഈ ലോകത്തിൽ അവസാനിക്കുന്നത്. ആത്മാവിൽ ആരംഭിച്ച ജീവിതം അവന് ജഡത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും, അവന്റെ തീരുമാനം കൊണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ നമുക്കെതിരെ ശത്രുവിന്റെ പക്ഷക്കാരെ എടുത്തുപയോഗിക്കും. നമ്മെ നിന്ദിക്കാൻ, നമ്മെ പരിഹസിക്കാൻ, നമ്മെ കളിയാക്കാൻ. പ്രാർത്ഥന കൊണ്ട് എന്ത് നേടി? ദൈവവിചാരം കൊണ്ട് നീ എന്നെ ഉണ്ടാക്കി, നീ കഷ്ടപ്പെട്ടത് കൊണ്ട്, നീ ഇത്ര അധ്വാനിച്ചത് കൊണ്ട്, നീ ഇത്ര ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് നിനക്ക് എന്തുണ്ടായി എന്ന് മാറി നിന്ന് നിന്നെ കളിയാക്കി പരിഹസിച്ച് നിന്ദിക്കുന്ന പ്രകൃതങ്ങളുള്ള ദൈവവിശ്വാസമില്ലാത്തവര് നിന്റെ കുടുംബത്തിലുണ്ടാവും. നേരിടേണ്ടതുണ്ട് ഈ അനുഭവങ്ങളെ. ഇതുപോലെ ഭാര്യയിൽ നിന്നും, ഭർത്താക്കന്മാരിൽ നിന്നും, മക്കളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നൊക്കെ ഈ നിന്ദ്യമായ പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന എത്രയോ പേര് എന്നെ ശ്രമിക്കുന്നുണ്ടാകും. മോളെ, ഭയപ്പെടരുത്. മോനെ, പുറകോട്ട് പോകരുത്. പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നീ അടിപതറരുത്. അവിടെ അക്ഷമനാകരുത്. നിന്റെ സൗമ്യത കൈവെടിയരുത്. ശാന്തതയോടെ നിൽക്ക്. അതിന് ജോബ് കൊടുത്തൊരു മറുപടിയുണ്ട്. അത് പറയാൻ നമ്മൾ പഠിച്ചാൽ മതി. ജോബ് ഭാര്യയോട് പറഞ്ഞൊരു കാര്യ, മോളെ, ദൈവമല്ലേ നിന്നെ എനിക്ക് തന്നത്. അതെ. എന്നിട്ട് ജോബ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നതാ? ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? വാക്കുകൊണ്ട് പോലും ജോബ് ദൈവത്തിനെതിരെ തിന്മ നിരൂപിച്ചില്ല, പറഞ്ഞില്ല. ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച, ഇന്നോളം ദൈവകരങ്ങളിൽ നന്മ സ്വീകരിച്ചല്ലോ. ദൈവകരങ്ങളിൽ നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? എന്തിനാ മടിക്കുന്നത്? ദൈവം അങ്ങനെ അനുവദിച്ചാൽ നമ്മൾ സ്വീകരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ സഹനം തന്ന നമ്മൾ സ്വീകരിക്കണം. ദൈവം നമുക്ക് വേദനകൾ സമ്മാനിച്ചാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം. നമ്മൾ ദൈവ മക്കൾ എന്നുള്ള പദവിക്കനുസരിച്ച് ഉയർത്തപ്പെടണം. അപ്പോഴേ അതിന് പറ്റുള്ളൂ. അല്ലെങ്കിൽ സഹനം വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരായിട്ട് മാറും. ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും പിശാചിന്റെ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യും. ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും എന്നാൽ പിശാചിന്റെ സ്വാധീനത്തിനും തീരുമാനത്തിനും നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യും. മക്കളെ, ഇത് ഉചിതമല്ലെന്ന കർത്താവ് പറയുന്നു. 2 വഞ്ചിയിൽ കാല് വയ്ക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നീ ദൈവത്തെ സേവിക്കും, അല്ലെങ്കിൽ നീ പിശാചിനെ സേവിക്കും. 2 വഞ്ചി കാല് വയ്ക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ മാമോനെ. വേദനകളിലും സഹനങ്ങളിലും സങ്കടങ്ങളിലും പറയാൻ പഠിക്കണം, ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് വിട്ടുപോകില്ല. അതാണ് സാക്ഷ്യം. അതാണ് സാക്ഷ്യം. നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ സൗമ്യതയോടും ക്ഷമയോടും കൂടെ അനുഭവത്തെ
എടുക്കാൻ പറ്റുന്നതല്ലേ യഥാർത്ഥ സാക്ഷി ജീവിതം. പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ, ഈ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവനിന്ദയോടെ ദൈവനിഷേധത്തിൽ കഴിയുന്ന മക്കളുണ്ടാകാം. അവരിലൂടെ നിങ്ങൾ ഇന്നോളം അനുഭവിക്കേണ്ടി വന്ന വേദനകളുണ്ട്, തിക്താനുഭവങ്ങളുണ്ട്, മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ നടുവിൽ മക്കളെ അവരെതിർക്കാൻ പോകണ്ട, തല്ലാൻ പോകണ്ട, പരിഹസിക്കാൻ പോകണ്ട, കുറ്റപ്പെടുത്താൻ പോകണ്ട. ശാന്തനാക്, സൗമ്യനാക്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന് വേണ്ടിയല്ലേ, ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ നീ ഇത് സൗമ്യതയോടെ ക്ഷമയോടെ സ്വീകരിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിശ്വസിക്കുക. നിന്റെ മകൾ നിന്നെ വേദനിപ്പിക്കുമ്പോ, ദൈവഭയമില്ലാത്ത മകൻ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോ, ഇല്ലാ വചനങ്ങൾ പറയുമ്പോ, കുത്തുവാക്കുകൾ പറയുമ്പോ നീ ആശങ്കപ്പെടണ്ട. തമ്പുരാനിൽ ആശ്രയിക്ക്. ദൈവം നിന്നെ നടത്തും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ ദൈവത്തിന്റെ മകനാണല്ലോ, മകളാണല്ലോ. അവരവരുടെ ആ ഒരു ദൈവമക്കൾ എന്ന പദവിയെ നിഷേധിക്കുമ്പോ നീ സങ്കടപ്പെടണ്ട. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നീ ദൈവമകനായിട്ട് തുടർന്നാ മതി. ആ ഒരു ബോധ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങേക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ കർത്താവേ, തിന്മ പ്രവർത്തിക്കുന്ന ഇടങ്ങള്, തിന്മ കൂടാരമടിച്ചിരിക്കുന്ന ജീവിതങ്ങള്, സത്യത്തെ ബോധപൂർവ്വം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, സത്യത്തിനെതിരെ കൊലവിളി നടത്തുന്ന മക്കള്, കർത്താവേ, സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ നിന്റെ കരുണ വർഷിക്കപ്പെടാൻ തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവാനുഭവം കർത്താവിന് നൽകണമേ. സാവൂളിന് നൽകിയതുപോലെ തമ്പുരാൻ ഒരു ദൈവാനുഭവം നീ നൽകണമേ. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ സഭയ്ക്ക് വേണ്ടി പീഡനമേറ്റെടുത്ത ഒരു കരുത്താർജിച്ചതുപോലെ കർത്താവേ, ഈ മക്കളെ നീ സ്പർശിക്കണമേ, നീ സ്പർശിക്കണമേ. നീ തൊട്ടാൽ മാറുമെന്ന് ഞങ്ങൾക്കറിയാം. നീ സ്പർശിച്ചാൽ ഏത് ജീവിതത്തിനും മാറ്റമുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഈ മക്കളെ നിന്റെ വലതുകരം വെച്ച് സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിവസക്കാലം കർത്താവ് നമ്മളെ തൊട്ടു സ്പർശിച്ചു. തമ്പുരാനെ നന്ദി പറയാം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കാൻ, എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തോടുള്ള ഐക്യത്തിൽ തുടരാൻ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും വേദനകളും ഒക്കെ ഈ ലോക ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ അനുഭവങ്ങളിലും ദൈവത്തോട് തന്നെ ചേർന്നിരുന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ